ഞാൻ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് വടകരയിലെ ലീഡ് നിലയാണ്. കുറച്ചു നേരമായിട്ട് 18,566 നിന്ന് മാറുന്നില്ല. അത് നേരത്തെ 22,000 വരെ പോയതായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇപ്പോൾ 23,438 ഇനി 4 അക്കത്തിൽ നിൽക്കുന്ന കുറച്ച് ലീഡ് നിലകൾ മാത്രമേ ഉള്ളൂ. തിരുവനന്തപുരം അവസാനം വരെ പോകും. അടൂർ പ്രകാശ് മുന്നിൽ 1890. ആറ്റിങ്ങലിലും ക്ലോസ് ഫൈറ്റ് ആണ്. ആറ്റിങ്ങൽ മാവേലിക്കര രണ്ടിടത്ത് ക്ലോസ് ഫൈറ്റ് വരും. പത്തനംതിട്ടയിൽ 6,189 ഉള്ളൂ. മാവേലിക്കരയിൽ 4,352. പിന്നെ ഒന്നുള്ളത് ആലത്തൂരാണ്. ആലത്തൂരിൽ പക്ഷേ കെ രാധാകൃഷ്ണൻ ആദ്യം മുതൽ തന്നെ ഒട്ടും വിട്ടുകൊടുത്തില്ല. ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു രമ്യ ഹരിദാസ് മുന്നിൽ വന്നിട്ടില്ല ഒരു ഘട്ടത്തിലും. ഇപ്പോൾ 7,649 വോട്ടുകൾക്ക് കെ രാധാകൃഷ്ണൻ സംസ്ഥാന മന്ത്രി മുന്നിലാണ്. ചെങ്ങന്നൂരിലും അരുൺ വോട്ട് പിടിച്ചാൽ മാത്രമേ ഇനി കൊടിക്കുന്നിൽ താഴെ പോകാൻ സാധ്യതയുള്ളൂ. മാവേലിക്കര, ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് 4,000-ലേക്ക് എത്തുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ്. നേരത്തെ പറഞ്ഞില്ല ആലത്തൂരിൽ ഇത് എന്തൊരു തോൽവിയായിരിക്കും രമ്യ തോൽക്കുകയാണെങ്കിൽ. ഉയർത്തിയിരിക്കുന്നു ലീഡ് 8,450 ഉയർത്തിയിരിക്കുന്നു കെ രാധാകൃഷ്ണൻ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ അസമിലെ 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് മുന്നിലാണ്. കർഷക സമരം ഇരമ്പങ്ങൾ ഉണ്ടാക്കിയ രാജസ്ഥാനിലും പഞ്ചാബിലും കോൺഗ്രസ് മുന്നിലാണ്. ജാട്ട് മേഖലയിൽ അതിനപ്പുറത്ത് പടിഞ്ഞാറൻ യുപിയുടെ കൂടി കാര്യം അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും കടുത്ത വികാരങ്ങളും സമരങ്ങളും കണ്ട മണ്ണിൽ സീറ്റിൽ കോൺഗ്രസും 13 സീറ്റിൽ ബിജെപിയും. രാജസ്ഥാനിലാണ് വലിയ വിജയം. ഫൈറ്റാണ്. കാരണം എപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസിന് സർക്കാർ രൂപീകരിക്കാൻ വലിയ ഭൂരിപക്ഷം നൽകുന്ന ഘട്ടത്തിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നാൽ ബിജെപിക്ക് പോകാണ്. 1 സീറ്റ് 2 സീറ്റായി കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെയാണ് ഈ 12-13 രാജസ്ഥാനിൽ 12 സീറ്റിൽ കോൺഗ്രസ്, 13 ബിജെപി. ഇഞ്ചോടിഞ്ച് മത്സരം. അസമിലെ ജോർഹട്ടിൽ ഗൗരവ് ഗൊഗോയ് 20,000-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. കോഴിക്കോട് മണ്ഡലം നിങ്ങൾ ശ്രദ്ധിക്കണം. MK രാഘവൻ 33,249 വോട്ടുകൾക്ക്. ഇനി തിരിഞ്ഞു നോക്കാനില്ല. കോഴിക്കോടിന്റെ സ്വന്തം രാഘവേട്ടൻ നാലാം തവണയും കോഴിക്കോട് MK രാഘവന് വിജയാഹ്ലാദം തുടങ്ങാം. കോഴിക്കോട്ട് UDF പ്രവർത്തകർക്ക് ആദ്യഘട്ടം മുതൽ ലീഡ് ഉയർത്തി വിജയം എന്നത് ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കോഴിക്കോട്ട് MK രാഘവൻ, കരീമിക്കയല്ല MK രാഘവൻ തന്നെ കോഴിക്കോട്ടിന്റെ അടിയോരയിട്ട് UDF പ്രവർത്തകർക്ക് പറയാം കഴിയുന്ന തരത്തിൽ ലഡു വിതരണം ചെയ്ത് തുടങ്ങിക്കോളൂ.